കേരളത്തിനും മലയാള ഭാഷയ്ക്കും ശ്രദ്ധേയമായ നിരവധി സംഭാവനകൾ നൽകിയ ജർമ്മൻ ഭാഷാ പണ്ഡിതനാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ആദ്യ മലയാള ഡിക്ഷണറി ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചെങ്കിലും ഇന്ന് ഇന്ത്യയിൽ തന്നെ അദ്ദേഹത്തിൻ്റെതായി ഒരേയൊരു പുസ്തകം മാത്രമേ നിലവിലുള്ളൂ. ലോക ചരിത്രശാസ്ത്രം ഒന്നാം കാണ്ഡം, ക്രിസ്തുവിന് മുമ്പേയുള്ള വൃത്താന്തം എന്ന ഈ പുസ്തകം തലശ്ശേരിയിലെ CSI വൈദികൻ റവറന്റ് ഡോക്ടർ GS ഫ്രാൻസിസ് നിധി പോലെയാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഈ പുസ്തകം ഹെർമൻ ഗുണ്ടർട്ട് എന്ന ജർമ്മൻ മിഷനറി എഴുതിയ പുസ്തകമാണ്. 28 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചു. അതായത് പിന്നെ ഇവിടെയുള്ള സ്കൂളുകൾ അദ്ദേഹം BM സ്കൂൾ സ്ഥാപിച്ചു. അവിടെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ചരിത്രം ആണ് എൻ്റെ കയ്യിൽ കാണുന്ന 1851 പുറത്തു വന്ന കല്ലച്ചക്കൂടത്തു നിന്ന് പുറത്തു വന്ന ഈ പുസ്തകം ലോകചരിത്രശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് 1851 തുടങ്ങിയ സൂക്ഷിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ 175 വർഷം പഴക്കമുള്ള ഈ പുസ്തകം. കേരള സാംസ്കാരിക വകുപ്പും തലശ്ശേരി ഗുണ്ടർട്ട് മ്യൂസിയം അധികൃതരും നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും ഈ അമൂല്യ പുസ്തകം വിട്ടുനൽകാൻ തയ്യാറല്ല എന്നതാണ് ഫാദറിൻ്റെ നിലപാട്. 28 ഗ്രന്ഥങ്ങളും ഇവിടെ എവിടെയും ഇല്ല എന്ന് സാംസ്കാരിക വകുപ്പ് അവരുടെ ഗവേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. ഈ ബുക്ക് കണ്ട് അവർ വളരെ അതിശയമായി. അവർക്ക് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ, ബാക്കിയുള്ള എല്ലാതും ജർമ്മനിയിലെ ട്യൂബിംഗ്ടൺ സർവകലാശാലയിൽ അവിടെയുണ്ട്. ബാക്കി എല്ലാ 28 ബുക്കുകളും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരെണ്ണം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും അതിന് വലിയ അഭിമാനമുണ്ട് എനിക്ക്. കണ്ണിൽ കിട്ടു എന്ന തമിഴ്, ക്രിസ്ത്യൻ, മലയാളം പഠിക്കുകയും പിന്നീട് ഗുണ്ടർട്ടിന്റെ ആവശ്യപ്രകാരം സ്വന്തം കൈപ്പടയിലാണ് പുസ്തകങ്ങൾ എഴുതിയിരുന്നത്. ഗുണ്ടർട്ടിൻ്റെതായ 28 പുസ്തകങ്ങളിൽ 27 നിലവിൽ ജർമ്മനിയിലെ സർവകലാശാലയിലാണുള്ളത്. തൻ്റെ പിതാവിൽ നിന്നും കൈമാറിക്കിട്ടിയ വിലമതിക്കാനാകാത്ത ഈ പുസ്തകം ഗുണ്ടർട്ടിൻ്റെ ഓർമ്മകളായി കാത്തുവെക്കുകയാണ് തലശ്ശേരിയിലെ ഈ വൈദികൻ. ന്യൂസ് ഡെസ്ക് പ്രൈം 21.